നമുക്ക് എവിടേക്ക് പോകും? നമ്മൾ മോളിക്കാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീനന്ദയുടെ മരണം അത് വളരെയധികം വേദന ഉളവാക്കിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് അവസാനമായി എടുത്ത ഒരു വീഡിയോ, ആ വീഡിയോയിൽ അതായത് ശ്രീനന്ദയും ശ്രീനന്ദയുടെ കൂട്ടുകാരിയും കൂടി എടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഹലോ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോ അവരൊരു സെൽഫി വീഡിയോ ആയിരുന്നു. ആ വീഡിയോൻ്റെ അവസാനം പുഴ 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 എന്ന് പറഞ്ഞ് ശ്രീനന്ദ ഓടുന്ന ഒരു അവസാന വാക്കുകളാണ്, ശ്രീനന്ദയുടെ അവസാന വാക്കുകളായിട്ടാണത് കണക്കാക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് ശ്രീനന്ദയുടെ മരണം. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ വീഡിയോയും നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. ആ കുട്ടി ഒരു ട്രിപ്പ്, കുടുംബത്തോടൊപ്പം ഒരു ട്രിപ്പ് പോകുന്നു, ഉറ്റവരോടൊപ്പം ഒരു ട്രിപ്പ് പോകുന്നു. പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് ചേതനയറ്റ ശരീരമായിട്ടാണ്. വളരെ വേദനാജനകം. ബന്ധുക്കളെയൊക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? പ്രത്യേകിച്ച് അമ്മയും അച്ഛനെയും സഹോദരനെയും ഒക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ബന്ധുക്കളൊക്കെ വളരെ വേദനയോടെ ആയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ഈ ഒരു മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു. അതായത് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും ബന്ധുക്കൾ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുന്നു. എന്തായാലും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. 200 അംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമായി തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്താനായത്. തെർമൽ ക്യാമറകളും തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു. കാണാതായ ദിവസം വന്ന വാഹനങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നിരുന്നു. കേരള പോലീസും തിരച്ചിലിൽ പങ്കെടുത്തിരുന്നു. ബാബ ബുധൻഗിരിയിൽ വെച്ചാണ് 14-കാരിയെ 4 ദിവസം മുമ്പ് കാണാതായത്. കുടുംബം ഉൾപ്പെട്ട 40 അംഗ സംഘത്തിലായിരുന്നു പാലക്കാടുകാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ശ്രീനന്ദയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതെന്ന സംശയമുണ്ടെന്നും കുടുംബം അന്ന് പ്രതികരിച്ചിരുന്നു. ആ വഴിയിൽ CCTV ഇല്ല. CCTV ഉള്ളത് 15 കിലോമീറ്റർ ദൂരെയാണെന്നും കുട്ടിയെ കാണാതായത് 6 മിനിറ്റിനുള്ളിലാണെന്നും ശ്രീനന്ദയുടെ ചെറിയച്ഛൻ പറഞ്ഞു. പ്രദേശത്ത് നിരവധി ഭിക്ഷക്കാരും തെരുവിൽ ഉറങ്ങുന്നവരും ഉണ്ടായിരുന്നു. അവരറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷേ പോലീസ് അവരെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വന്ന് തട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നും വെളിപ്പെടുത്തുകയുണ്ടായി ബന്ധുക്കൾ. ആ സ്ഥലം വ്യൂ പോയിന്റ് എന്നും അപകട സ്ഥലമല്ല എന്നുമാണ് പ്രദേശവാസികളടക്കം പ്രതികരിക്കുന്നത്. ശ്രീനന്ദയുടെ അമ്മ രേണുക കരഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിക്കായുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിൽ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ രക്ഷിക്കണം, അവിടെ വീണിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല, ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നായിരുന്നു ശ്രീനന്ദയുടെ അമ്മ പറഞ്ഞത്. ട്രക്ക് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടിയെ കണ്ടെത്തി തരണം. ബംഗളൂരിൽ വന്നിറങ്ങിയപ്പോൾ ആരെങ്കിലും അവളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പെട്ടെന്ന് ഒറ്റയ്ക്ക് മുകളിലേക്ക് വന്നപ്പോൾ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാകും. കിഡ്നാപ്പ് തന്നെയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ കണ്ടെത്തി തരണമെന്നാണ് ശ്രീനന്ദയുടെ അമ്മ രേണുക പറഞ്ഞത്. ഈ വാക്കുകൾ, നെഞ്ചുപൊട്ടുന്ന വാക്കുകളൊന്നും നമുക്ക് മറക്കാനാകില്ല. എന്തായാലും ആ 15 മിനിറ്റ് നിർണായകമായിരുന്നു. എന്താണ് ആ 15 മിനിറ്റിനുള്ളിൽ സംഭവിച്ചത് എന്ന ചോദ്യമാണ് നമുക്ക് ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ കുട്ടി പിറകിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ 5:35 എടുത്ത ഫോട്ടോകളിൽ കുട്ടിയെ കാണാനില്ല. ഈ 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നതാണ് ഏറ്റവും ദുരൂഹമായി തന്നെ തുടരുന്നത്. ചെങ്കുത്തായ മലഞ്ചേരിയിലുള്ള ബാബ പുത്തൻഗിരി ചിക്കമംഗളൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടങ്ങളിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം വേദനാജനകമായ വാർത്തയാണ് ഈ ഒരു വാർത്തയിലൂടെ, അതായത് ഈ ഒരു സംഭവം മാറിയിരിക്കുന്നത്. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൂടി ഒന്ന് വ്യക്തമായി നോക്കാം. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ മറ്റ് അസ്വാഭാവികത ഇല്ലെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൃതദേഹം. ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിക്കും. രാവിലെ 10 മണിവരെ പൊതുദർശനമുണ്ടാകും. 10:30 സംസ്കാര ചടങ്ങുകൾ നടത്തുക. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ലക്കിടി തിരുവല്ലാമല ഐവർ മഠത്തിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം നീണ്ടുനിന്ന തിരച്ചിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്താൻ. ഏവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വനത്തിൽ ട്രക്കിങ്ങിന് പോയ ശരണ്യ കാട്ടിൽ അകപ്പെട്ടു പോയി. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ശരണ്യെ കണ്ടെത്തി ഊർജ്ജസ്വലയായിട്ട് തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ശ്രീനന്ദയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഏവരുമായിരുന്നത്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. നമ്മൾ 1500 അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെയാണ് കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായ
മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിൽ ശ്രീനന്ദയുടെ മൃതദേഹം പതിഞ്ഞിരുന്നു. കാണാനില്ലെന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നും 1500 അടി താഴ്ചയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മലയടിവാരത്ത് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഒരുപാട് ദിവസം നീണ്ടുനിന്ന പരിശോധന, വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. കർണാടക പോലീസിന്റെ സോക്കോ ടീമും ഫോറൻസിക് വിദഗ്ധരും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. ശ്രീനന്ദയുടെ അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. ശ്രീനന്ദയുടെ മൃതദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത് സംബന്ധിച്ച ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല. അബദ്ധത്തിൽ ശ്രീനന്ദ ഇവിടേക്ക് വീഴാൻ ഒരു സാധ്യതയുമില്ല എന്ന് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാം എന്ന ഒരു ആരോപണവും കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുഖവിലക്കെടുക്കേണ്ട ഒരു ആരോപണം, അല്ലെങ്കിൽ മുഖവിലക്കെടുക്കേണ്ട ഒരു ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആരോപണം പരിശോധിക്കുമെന്നും ഒരു സാധ്യതയും തള്ളില്ല എന്നും ചിക്കമംഗളൂർ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ചെങ്കുത്തായ മലയുടെ ഉള്ളിലേക്കുള്ള ഒരു ഭാഗത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ബാബ ബുദ്ധൻഗിരിയിലെ ദത്താത്രേയ പീഠം സന്ദർശിച്ച് മാണിക്യധാര വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന ഭാഗത്തായിരുന്നു ശ്രീനന്ദ അപകടത്തിൽപ്പെട്ട സ്ഥലം. 4-ാം ദിവസമാണ്. 4 ദിവസം വലിയ രീതിയിലുള്ള ഒരു പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 4-ാം ദിവസം വിഫലമായി ആ പരിശ്രമങ്ങളെന്ന ഒരു വാർത്ത മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്തായാലും വലിയ വേദനാജനകമായ സംഭവം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും ഒപ്പം പാലക്കാട് ജില്ലയിലെ കടമ്പുഴിപ്പുറത്ത് നിന്ന് ഹംപിയിലെത്തിയ ശേഷമാണ് ശ്രീനന്ദ ഉൾപ്പെട്ട സംഘം ചിക്കമംഗളൂരിൽ എത്തിയത്. കടപ്പടിപ്പുറം സ്വദേശി രമേശിൻ്റെയും രോഹിണിയുടെയും മകളാണ് ശ്രീനന്ദ. 14 വയസ്സുകാരിയാണ്. എന്തായാലും ദുരന്തം കുട്ടിയുടെ ജീവൻ കവർന്നിരിക്കുന്നു. ചിക്കമംഗളൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിനായി 2 ഡോക്ടർമാരെ പ്രത്യേകം നിയോഗിച്ചിരുന്നു. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ അടക്കം ചിത്രീകരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയുടെ മരണത്തിൽ നിലവിൽ ദുരൂഹതകളില്ല എന്നാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാല് തെറ്റി വീണതാകാനാണ് സാധ്യതയെന്നും ചിക്കമംഗളൂർ SP ജിതേന്ദ്രകുമാർ പറയുകയുണ്ടായി. വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര സ്ഥലമാണിത്. 42 പേർക്കൊപ്പമാണ് കുട്ടി അവിടെ എത്തിയത്. 100-ലധികം പേരും ആ സ്ഥലത്തുണ്ടായിരുന്നു. ആരെങ്കിലും ബോധപൂർവ്വം എന്തെങ്കിലും കരുതിക്കൂട്ടി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് ദുരൂഹത അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നായിരുന്നു SP-യുടെ മറുപടി. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നും SP അറിയിച്ചിരുന്നു. കാണാതായ സ്ഥലത്തിന് അധികം ദൂരെയല്ലാതെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ പ്രദേശം ശക്തമായ ബാരിക്കേഡുകൾ കൊണ്ട് സുരക്ഷിതമാണെന്നും ഇവിടേക്ക് വരാനും പോകാനും ഒരു വഴി മാത്രമാണുള്ളതെന്നും SP പറഞ്ഞു. എന്തായാലും വേദനാജനകമായ വാർത്തയാണ്. അമ്മയും അച്ഛനും വളരെ വേദനയോടെ ആയിരിക്കുന്നു. മാത്രമല്ല, ഉറ്റവർ, നാട്ടുകാർ അടക്കമുള്ളവർ വളരെ വേദനയോടെ ആയിരിക്കുകയാണ്.